ടാലന്റ് അക്കാദമിയുടെ ഓൺലൈൻ കറന്റ് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജൂൺ 30, ജൂലൈ 1 തീയതികളിലെ ആനുകാലിക വിഷയങ്ങളാണ്. ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാദമിയുടെ ടെലഗ്രാം ചാനലിലും അതേപോലെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ലഭ്യമാണ്. ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് നെയ്യാർ ആപ്പ് വഴി പരിശീലിക്കാവുന്നതാണ്. ഒരു ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ്. 2024 ജൂലൈയിൽ തിരുക്കൊച്ചി ലയനത്തിന്റെ 75ാം വാർഷികമാണ് എന്നുള്ള കാര്യമാണ്. എന്താണ് 2024 ജൂലൈയിലാണ് 2024 ജൂലൈയിൽ തിരുക്കൊച്ചി ലയനത്തിന്റെ 75ാം വാർഷികമാണ്. അപ്പോൾ ഓർത്തു വെക്കുക, 1949 ജൂലൈ 1 തീയതിയാണ് എന്ത് നടക്കുന്നത്? തിരുക്കൊച്ചി ലയനം നടക്കുന്നത്. അപ്പോൾ ഈ ഒരു സംഭവത്തിന്റെ 75ാം വാർഷികമാണ് 2024 ജൂലൈയിൽ എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അതോടൊപ്പം തന്നെ ഓർത്തു വെക്കുക, തിരുവനന്തപുരം, കൊല്ലം, അതേപോലെ തന്നെ കോട്ടയം, കോട്ടയം, തൃശ്ശൂർ എന്നിവ എന്താണെന്ന് ഓർത്ത് വെക്കുക. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ എന്നിവ നിലവിൽ വന്നതും എപ്പോഴാണ് എന്നുള്ള കാര്യം എന്താണ്? 1949 ജൂലൈ 1 തീയതി തന്നെയാണ് നിലവിൽ വന്നത്. ഏതൊക്കെയാണെന്ന് ഓർത്ത് വെക്കുക. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ എന്നിവ നിലവിൽ വന്നത് എന്നാണ് 1949 ജൂലൈ 1 തീയതിയാണ്. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ്. 2024 ജൂലൈയിൽ തിരുക്കൊച്ചി ലയനത്തിന്റെ 75ാം വാർഷികമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ജില്ലകൾ രൂപീകൃതമായതിന്റെ 75ാം വാർഷികം കൂടിയാണ് എപ്പോൾ ഉള്ളത്? 2024 ജൂലൈയിൽ. ഏതൊക്കെ ജില്ലകളാണെന്ന് ഓർത്തു വെക്കുക. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ എന്നീ ജില്ലകളാണ്. അപ്പോൾ 1956 നവംബർ 1 തീയതി കേരളം രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ എന്തൊക്കെ ഉണ്ടായിരുന്നു? തിരുവനന്തപുരവും, കൊല്ലവും, കോട്ടയവും, തൃശ്ശൂരും ഉണ്ടായിരുന്നു. ആ കാര്യം പ്രത്യേകം ഓർത്തു വെക്കുക. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ്. 2024 ജൂലൈയിൽ തിരുക്കൊച്ചി ലയനത്തിന്റെ 75ാം വാർഷികമാണ് ആചരിച്ചത്. ഇനി കുറച്ച് അപ്പോയിന്റ്മെന്റ്സ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 2024 ജൂലൈയിൽ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സിന്റെ ചെയർമാനായി നിയമിതനായത് ആരാണ്? രവി അഗർവാൾ ആണ്. എന്തിന്റെയാണെന്ന് ഓർത്തു വെക്കുക. സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സിന്റെ ആണ്. എന്താണ്? സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സിന്റെ ചെയർമാനായി നിയമിതനായത് ആരാണ്? രവി അഗർവാൾ ആണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അടുത്ത നമ്മൾ നോക്കുന്ന അപ്പോയിന്റ്മെന്റ് ഇതാണ്. 2024 ജൂലൈയിൽ ഇന്ത്യൻ കരസേനയുടെ മേധാവിയായി നിയമിതനായത് ആരാണ്? ഉപേന്ദ്ര ദ്വിവേദിയാണ്. എന്താണെന്ന് ഓർത്തു വെക്കുക. 2024 ജൂലൈയിലാണ്. നമുക്കറിയാം അദ്ദേഹമായിരിക്കും അടുത്ത കരസേനാ മേധാവി എന്ന് നമുക്കറിയാമായിരുന്നു. അപ്പോൾ അദ്ദേഹം നിയമിതനായിരിക്കുകയാണ്. അപ്പോൾ പോയിന്റ് ഓർത്തു വെക്കുക. 2024 ജൂലൈയിൽ ഇന്ത്യൻ കരസേന മേധാവിയായി നിയമിതനായത് ആരാണ്? ഉപേന്ദ്ര ദ്വിവേദിയാണ്. അതോടൊപ്പം തന്നെ ഓർത്തു വെക്കുക, ഇന്ത്യൻ നാവികസേന മേധാവി ആരാണെന്ന് ഓർത്തു വെക്കുക. ആരാണ് ഇന്ത്യൻ നാവികസേന മേധാവി? അത് നമുക്കറിയാം. ആരാണ്? ദിനേശ് കുമാർ ത്രിപാഠിയാണ്. എന്താണ് ഇന്ത്യൻ നാവികസേന മേധാവി. അതേപോലെ തന്നെ വ്യോമസേന മേധാവി ആരാണ്? അത് VR ചൗധരിയാണ്. ആരാണെന്ന് ഓർത്തു വെക്കുക. VR ചൗധരിയാണ് എന്താണ് വ്യോമസേന മേധാവി. അതേപോലെ തന്നെ ചീഫ് ഓഫ് ഡിഫൻസ് ആരാണെന്ന് കൂടി ഓർത്തു വെക്കുക. ആരാണ്? അനിൽ ചൗഹാൻ ആണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. എന്താണ് ചീഫ് ഓഫ് ഡിഫൻസ്? ആരാണ്? അനിൽ ചൗഹാൻ ആണ്. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ്. 2024 ജൂലൈയിൽ ഇന്ത്യൻ കരസേനാ മേധാവിയായി നിയമിതനായത് ആരാണ്? ഉപേന്ദ്ര ദ്വിവേദിയാണ്. ഇനി നമ്മൾ നോക്കുന്ന അപ്പോയിന്റ്മെന്റ് ഇതാണ്. SBIയുടെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? CS ഷെട്ടിയാണ്. എന്താണ് SBIയുടെ പുതിയ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ അദ്ദേഹം നിലവിൽ എന്താണ്? SBIയുടെ മാനേജിംഗ് ഡയറക്ടർ ആണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. അപ്പോൾ പോയിന്റ് എന്താണ്? SBIയുടെ പുതിയ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? CS ഷെട്ടിയാണ്. അടുത്ത നമ്മൾ നോക്കുന്ന ഒരു കണ്ടുപിടുത്തമാണ്. അടുത്തിടെ അരുണാചൽ പ്രദേശിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം സസ്യമാണ്. എന്താണ് പുതിയ ഇനം? ഒരു സസ്യമാണ്. എന്താണ് ഈ സസ്യത്തിന്റെ പേര് എന്ന് ഓർത്തു വെക്കുക. എന്താണ്? ഡിഡിമോകാർപ്പസ്. എന്താണ്? ഡിഡിമോകാർപ്പസ് ജാനകിയെ. എന്താണെന്ന് ഓർത്തു വെക്കുക. ഡിഡിമോകാർപ്പസ് ജാനകിയെ എന്നുള്ള സസ്യ ഇനത്തെയാണ് കണ്ടെത്തിയത്. അപ്പോൾ ഈ ജാനകിയെ ഇങ്ങനെ ഒരു പേര് വരാനുള്ള കാരണം എന്താണെന്ന് കൂടി ഓർത്തു വെക്കുക. ഇന്ത്യയിലെ ആദ്യ വനിതാ ശാസ്ത്രജ്ഞയായ EK ആരാണെന്ന് ഓർത്തു വെക്കുക. EK ജാനകി അമ്മാളിന്റെ സ്മരണാർത്ഥമാണ്, അദ്ദേഹത്തോടുള്ള സ്മരണാർത്ഥമാണ് ഇങ്ങനെ ഒരു പേര് ഈ ഒരു സസ്യ ഇനത്തിന് നൽകിയത്. അപ്പോൾ ഓർത്തു വെക്കുക. എന്താണ് നമ്മൾ ചർച്ച ചെയ്തത്? അടുത്തിടെ അരുണാചൽ പ്രദേശിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം സസ്യം എന്താണ്? അത് ഡിഡിമോകാർപ്പസ് ജാനകിയെ എന്നുള്ള സസ്യമാണ്.
ഇനി നമ്മൾ നോക്കുന്നത് ഒരു മ്യൂസിയത്തെ കുറിച്ചുള്ള പോയിന്റ് ആണ്. 2024 ജൂണിൽ ചാഡ്വിക് എന്താണെന്ന് ഓർത്ത് വെക്കുക. ചാഡ്വിക് ഹൗസ് നാവിഗേഷൻ ഓഡിറ്റ് ഹെറിറ്റേജ് ചരിത്ര മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണ്? ഷിംലയിലാണ്. എന്താണെന്ന് ഓർത്ത് വെക്കുക. ഷിംലയിലാണ് ഈ ഒരു മ്യൂസിയം നിലവിൽ വന്നിരിക്കുന്നത്. എന്താണ് പ്രത്യേകത എന്ന് ഓർത്ത് വെക്കുക. 2024 ജൂണിലാണ് നിലവിൽ വന്നത്. എന്താണ്? ചാഡ്വിക് ഹൗസ് ആണ്. ചാഡ്വിക് ഹൗസ് ആണ് ഇങ്ങനെ ഒരു മ്യൂസിയമായി മാറിയിരിക്കുന്നത്. അപ്പോൾ ചാഡ്വിക് ഹൗസ് നാവിഗേഷൻ ഓഡിറ്റ് ഹെറിറ്റേജ് ചരിത്ര മ്യൂസിയമാണ് നിലവിൽ വന്നിരിക്കുന്നത്. എവിടെയാണ്? ഷിംലയിലാണെന്ന് പറഞ്ഞു. അപ്പോൾ അതോടൊപ്പം ഓർത്ത് വെക്കുക, ഇതെന്താണ്? ചാഡ്വിക് ആണെന്ന് നമ്മൾ പറഞ്ഞു. എന്താണ്? ചാഡ്വിക് ഹൗസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ഓർത്ത് വെക്കുക. ഭൗതിക ശാസ്ത്രത്തിൽ നൊബേൽ നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ഒരേ ഒരാളാണ് ആര്? CB രാമൻ. അപ്പോൾ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന മേശയും കസേരയും വരെ ഈ ഒരു മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പോയിന്റ് കൂടി ഓർത്ത് വെക്കുക. നമ്മൾ ചർച്ച ചെയ്തത് ഒരു മ്യൂസിയത്തിനെ കുറിച്ചുള്ള പോയിന്റ് ആണ്. 2024 ജൂണിൽ എന്താണ്? ചാഡ്വിക് ഹൗസ്. എന്താണ്? ചാഡ്വിക് ഹൗസ് നാവിഗേഷൻ ഓഡിറ്റ് ഹെറിറ്റേജ് ചരിത്ര മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണ്? ഷിംലയിലാണ്. ഇനി ഒരു സ്കീമിനെ കുറിച്ചുള്ള പോയിന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ സ്കീം ആരംഭിച്ചത് ഹിമാചൽ പ്രദേശാണ്. എന്തിനുള്ള സ്കീമാണെന്ന് നോക്കാം. 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്കായി എന്താണ്? ഏർലി ചൈൽഡ്ഹുഡ്. എന്താണെന്ന് ഓർത്ത് വെക്കുക. ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ട്യൂട്ടർ സ്കീമാണ് ആരംഭിക്കാൻ പോകുന്നത്. ഏത് സംസ്ഥാനമാണ് ഇങ്ങനെ ഒരു പദ്ധതി, ഇങ്ങനെ ഒരു സ്കീം ആരംഭിക്കാൻ തീരുമാനിച്ചത്? ഹിമാചൽ പ്രദേശിലാണ് ഇങ്ങനെ ഒരു സ്കീം ആരംഭിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് ഓർത്ത് വെക്കുക. എന്തിനു വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമാണ്? 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്കായിട്ട് എന്താണ്? ഏർലി ചൈൽഡ്ഹുഡ്. എന്താണ്? ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ട്യൂട്ടർ സ്കീമാണ് ആരംഭിക്കുന്നത്. അപ്പോൾ ആരംഭിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഹിമാചൽ പ്രദേശാണ്. അടുത്തത് ഉത്തരാഖണ്ഡിനെ കുറിച്ചുള്ള ഒരു പോയിന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. മൺസൂൺ കാലത്ത് ഗ്ലേഷ്യർ തടാകങ്ങൾ എന്താണെന്ന് ഓർത്ത് വെക്കുക. ഗ്ലേഷ്യർ തടാകങ്ങൾ സൃഷ്ടിക്കുന്ന അപകടങ്ങളെ കുറിച്ച് പഠിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ഏതെന്നാണ്? ഏത് സംസ്ഥാനമാണ്? ഉത്തരാഖണ്ഡ് സംസ്ഥാനമാണ്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ഓർത്ത് വെക്കുക. എന്തിനെ കുറിച്ച് പഠിക്കാനാണ്? മൺസൂൺ കാലത്ത് ഗ്ലേഷ്യർ തടാകങ്ങൾ സൃഷ്ടിക്കുന്ന അപകടങ്ങളെ കുറിച്ച് പഠിക്കാനാണ്. അപ്പോൾ ഇങ്ങനെ പഠിച്ചു കഴിയുന്നത് വഴി, അതായത് അപകടങ്ങളെ തിരിച്ചറിയുന്നത് വഴി ആ അപകടങ്ങൾ ഒഴിവാക്കാനുള്ള വഴി കണ്ടെത്തുക എന്നതാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം എന്നുള്ളത് കൂടി ഓർത്ത് വെക്കുക. അപ്പോൾ ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തെ കുറിച്ചുള്ള ഒരു പോയിന്റ് ആണ് ചർച്ച ചെയ്തത്. മൺസൂൺ കാലത്ത് ഗ്ലേഷ്യർ തടാകങ്ങൾ സൃഷ്ടിക്കുന്ന അപകടങ്ങളെ കുറിച്ച് പഠിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനമാണ് ഏത്? ഉത്തരാഖണ്ഡ്. അടുത്ത പോയിന്റ് ഇതാണ്. പ്ലാസ്റ്റിക് മാലിന്യ റോഡ് നിർമ്മിക്കുന്ന ഇന്ത്യയിലെ 2ാമത്തെ സൈനിക സ്റ്റേഷൻ ഏതാണ്? ജയ്പൂർ മിലിറ്ററി സൈനിക സ്റ്റേഷൻ ആണ്. എന്താണെന്ന് ഓർത്ത് വെക്കുക. എന്താണ്? പ്ലാസ്റ്റിക് മാലിന്യ റോഡ്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ട് നിർമ്മിക്കുന്ന റോഡ് നിർമ്മിക്കുന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ സൈനിക സ്റ്റേഷനാണ് ഏത്? ജയ്പൂർ മിലിറ്ററി സ്റ്റേഷൻ എന്നുള്ളത്. അതോടൊപ്പം തന്നെ ഓർത്ത് വെക്കുക, ജയ്പൂർ സിറ്റിയിൽ വരുന്ന ആദ്യത്തെ പ്ലാസ്റ്റിക് മാലിന്യ റോഡ് കൂടിയാണ് ഇതെന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ്. പ്ലാസ്റ്റിക് മാലിന്യ റോഡ് നിർമ്മിക്കുന്ന ഇന്ത്യയിലെ 2ാമത്തെ സൈനിക സ്റ്റേഷൻ ഏതാണ്? ജയ്പൂർ മിലിറ്ററി സ്റ്റേഷനാണ്. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ്. 2024 ജൂലൈയിൽ 75ാം ജന്മദിനം ആഘോഷിക്കുന്ന മുൻ ഇന്ത്യൻ ഉപരാഷ്ട്രപതി ആരാണ്? വെങ്കയ്യ നായിഡു. ആരാണെന്ന് ഓർത്ത് വെക്കുക. വെങ്കയ്യ നായിഡുവിൻ്റെയാണ്. എത്രാമത്തെയാണ്? അദ്ദേഹത്തിന്റെ 75ാമത് ജന്മദിനമാണ് ആഘോഷിക്കുന്നത്. എന്നാണെന്ന് കൂടി ഓർത്ത് വെക്കുക. 2024 ജൂലൈ 1 അദ്ദേഹത്തിന്റെ ജന്മദിനം. എന്നാണെന്ന് കൂടി ഓർത്ത് വെക്കുക. 2024 ജൂലൈ 1 തീയതിയാണ് അദ്ദേഹത്തിന്റെ 75ാം ജന്മദിനം ആചരിക്കുന്നത്. അപ്പോൾ ഇതിനോടനുബന്ധിച്ച് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ത് ചെയ്തിട്ടുണ്ട്? അദ്ദേഹത്തെക്കുറിച്ചുള്ള 3 ബുക്കുകൾ, അദ്ദേഹത്തിന്റെ ജീവിതയാത്രയെക്കുറിച്ചുള്ള 3 ബുക്കുകൾ പ്രകാശനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പോയിന്റ് കൂടി ഓർത്ത് വെക്കുക. എന്താണ്? വെങ്കയ്യ നായിഡുവിന്റെ ജന്മദിനം അനുബന്ധിച്ച് പ്രധാനമന്ത്രി 3 ബുക്കുകളാണ് വെങ്കയ്യ നായിഡുവിനെ കുറിച്ചുള്ള, അദ്ദേഹത്തിന്റെ ജീവിതയാത്രയെക്കുറിച്ചുള്ള 3 ബുക്കുകൾ പ്രകാശനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ്. 2024 ജൂലൈയിൽ 75ാം ജന്മദിനം ആഘോഷിക്കുന്ന മുൻ ഇന്ത്യൻ ഉപരാഷ്ട്രപതി ആരാണ്? വെങ്കയ്യ നായിഡു ആണ്. അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് തമിഴ്നാട്ടിലെ ഒരു പദ്ധതിയാണ്. പദ്ധതിയുടെ പേര് ഇതാണ്. എന്താണ്? പാദം പാതുകാപ്പോം. എന്താണ്? പാദം പാതുകാപ്പോം എന്നുള്ള പദ്ധതിയാണ്. എന്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഇതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ പേരിൽ നിന്ന് തന്നെ നമുക്കറിയാം പാദം എന്താണ്? പാദം എന്താണ്? കാലാണ്. പാതുകാപ്പോം എന്ന് പറഞ്ഞ എന്താണ്? നമുക്ക് രക്ഷിക്കാം എന്നുള്ളതാണ്. അപ്പോൾ എന്താണ്? പാദം പാതുകാപ്പോം. എന്താണ്? നമ്മുടെ കാലുകൾ രക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിയാണിത്. എന്താണെന്ന് നമുക്ക് നോക്കാം. പ്രമേഹം ഗുരുതരാവസ്ഥയിലെത്തി കാലുകൾ മുറിച്ചു
മാറ്റുന്ന അവസ്ഥയുണ്ടാകാതെ രോഗികളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ എന്താണ് തമിഴ്നാട് ആരംഭിച്ച പദ്ധതിയാണ് പാദം പാതുകാപ്പോ എന്നുള്ള പദ്ധതി. അപ്പോൾ എന്തിനാണെന്ന് ഓർത്ത് വെക്കുക, എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? പ്രമേഹം കൂടി വരുമ്പോൾ ചില സമയങ്ങളിൽ എന്താണ് ചിലരുടെ മുറിവുണ്ടായ കാലുകൾ മുറിച്ചു മാറ്റുന്ന ഒരവസ്ഥയുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ആ ഒരു അവസ്ഥയിൽ നിന്ന് രോഗികളെ സംരക്ഷിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തമിഴ്നാട് ആരംഭിച്ച പദ്ധതിയാണ് പാതുകാപ്പും എന്നുള്ള പദ്ധതി. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു പോയിന്റ് തന്നെയാണ്, നമുക്ക് ഓർത്ത് വെക്കാം. ഭാരതീയ ന്യായ സംഹിത, അതേപോലെ തന്നെ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ അധിനിയമം എന്നിവ പ്രാബല്യത്തിൽ വരുന്നത് എന്നു മുതലാണ്? 2024 ജൂലൈ 1 മുതലാണ്. 2024 ജൂലൈ 1 മുതലാണ് ഈ ഒരു പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുന്നത്. അപ്പോൾ എന്നാണെന്ന് ഓർത്ത് വെക്കുക, 2024 ജൂലൈ 1 പറഞ്ഞു. അപ്പോൾ ഈ ഒരു നിയമവുമായി ബന്ധപ്പെട്ട ബില്ല് ആദ്യമായി പാർലമെന്റിൽ അവതരിപ്പിച്ചത് എന്നാണെന്ന് ഓർത്ത് വെക്കാം. 2023 ഓഗസ്റ്റ് 11 ആദ്യമായി ഇതുമായി ബന്ധപ്പെട്ട ബില്ല് അവതരിപ്പിച്ചത്, പാർലമെന്റിൽ അവതരിപ്പിച്ചത്. ആരാണ് അവതരിപ്പിച്ചത്? അമിത്ഷായാണ് ഈ ഒരു ബില്ല് അവതരിപ്പിച്ചത്. എന്നാൽ രണ്ടാം തവണ അവതരിപ്പിക്കേണ്ടി വന്നു. രണ്ടാം തവണ എന്നാണ് അവതരിപ്പിച്ചതെന്ന് ഓർത്ത് വെക്കുക. 2023 ഡിസംബറിലാണ്. 2023 ഡിസംബർ 12 2023 ഡിസംബർ 12 എന്താണ് രണ്ടാമത് ഈ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചത്. അതിനുശേഷം പാർലമെന്റിൽ അവതരിപ്പിച്ചതിന് ശേഷം എന്താണ് നടക്കുക? ലോക്സഭ ഈ ബില്ല് പാസ്സാക്കുകയുണ്ടായി. ലോക്സഭ പാസ്സാക്കിയത് എന്നാണ്? 2023 ഡിസംബർ 20 2023 ഡിസംബർ 20 എന്താണ് ലോക്സഭ ബില്ല് പാസ്സാക്കിയത്. അതേപോലെ രാജ്യസഭ പാസ്സാക്കിയത് എന്നാണെന്ന് ഓർത്ത് വെക്കുക. രാജ്യസഭ പാസ്സാക്കിയത് എന്നാണ്? 2023 ഡിസംബർ 21 എന്താണ് 21 എന്താണ് രാജ്യസഭ ബില്ല് പാസ്സാക്കിയത്. ലോക്സഭ പാസ്സാക്കിയതിനു ശേഷം ഒരു ദിവസം കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം തന്നെ ആര് പാസ്സാക്കി? രാജ്യസഭ പാസ്സാക്കുകയുണ്ടായി. അതിനുശേഷം എന്താണ്? പ്രസിഡന്റ് ഈ ബില്ലിന് അംഗീകാരം നൽകി എന്നാണ് ഓർത്ത് വെക്കുക. 2023 തന്നെയാണ്, ഡിസംബറിൽ തന്നെയാണ്, ഡിസംബർ 25 എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. 2023 ഡിസംബർ 25 എന്താണ് പ്രസിഡന്റ് ബില്ലിന് അംഗീകാരം നൽകിയത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു പോയിന്റുമായി ബന്ധപ്പെട്ട് ഓർത്ത് വെക്കുക. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ്. എന്താണ്? ഭാരതീയ ന്യായ സംഹിത, അതേപോലെ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, അതേപോലെ ഭാരതീയ സാക്ഷ്യ അധിനിയമം എന്നിവ പ്രാബല്യത്തിൽ വരുന്നത് എന്നോട്ടാണെന്ന് ഓർത്ത് വെക്കുക. 2024 ജൂലൈ 1 മുതലാണ് ഈ ബില്ല് ആദ്യമായി പാർലമെന്റിൽ അവതരിപ്പിച്ചതെന്നാണ്. 2023 ഓഗസ്റ്റ് 11 അമിത്ഷായാണ് അവതരിപ്പിച്ചത്. അതേപോലെ ഈ ബില്ല് രണ്ടാമത് അവതരിപ്പിക്കുകയുണ്ടായി. രണ്ടാമത് അവതരിപ്പിച്ചതെന്നാണ്? അത് 2023 ഡിസംബർ 12 അതിനുശേഷം ഇത് ലോക്സഭ പാസ്സാക്കിയത് എന്നാണ്? 2023 ഡിസംബർ 20 അത് കഴിഞ്ഞ് രാജ്യസഭ പാസ്സാക്കിയത് എന്നാണ്? പിറ്റേ ദിവസം തന്നെ രാജ്യസഭയും പാസ്സാക്കി. 2023 ഡിസംബർ 21 രാജ്യസഭ പാസ്സാക്കിയത്. അത് കഴിഞ്ഞിട്ട് എന്താണ് നമ്മുടെ പ്രസിഡന്റ് ഈ ഒരു ബില്ല് അംഗീകരിച്ചതെന്നാണ്? 2023 ഡിസംബർ 25 അപ്പോൾ ഇത്രയും പോയിന്റുകൾ ഈ ഒരു നിയമവുമായി ബന്ധപ്പെട്ട് ഉറപ്പായിട്ടും ഓർത്തു വെക്കുക. സ്പോർട്സുമായി ബന്ധപ്പെട്ട പോയിന്റാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ആദ്യം നമ്മൾ നോക്കുന്നത് 2024 പുരുഷ T20 ലോകകപ്പ് ഈ ഒരു മത്സരത്തിൽ ജേതാക്കളായത് ആരാണ്? ഇന്ത്യയാണെന്ന് ഓർത്ത് വെക്കുക. എന്താണ് 2024 പുരുഷ T20 ലോകകപ്പിൽ ജേതാക്കളായത്? റണ്ണറപ്പ് ആയത് ആരാന്ന് നമുക്കറിയാം, ദക്ഷിണാഫ്രിക്കയാണ് റണ്ണറപ്പ് ആയിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യ ജേതാക്കളായി എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? രോഹിത് ശർമ്മയാണ്. ആരാണെന്ന് ഓർത്ത് വെക്കുക. ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? രോഹിത് ശർമ്മയാണ്. അപ്പോൾ ഇന്ത്യൻ ടീമിന്റെ പരിശീലകൻ ആരായിരുന്നു? അത് രാഹുൽ ദ്രാവിഡാണ്. ഇനി റണ്ണറപ്പ് ആയത് ദക്ഷിണാഫ്രിക്കയാണെന്ന് പറഞ്ഞു. അപ്പോൾ ദക്ഷിണാഫ്രിക്കയുടെ ക്യാപ്റ്റൻ ആയത് ആരാണ്? അത് എയ്ഡൻ മാർക്രമാണ്. എയ്ഡൻ മാർക്രമാണ് എന്താണ് ദക്ഷിണാഫ്രിക്ക ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നത്. അതേപോലെ തന്നെ ഓർത്ത് വെക്കേണ്ടത് ഈ ഒരു മത്സരം നടന്നത് എവിടെയാണെന്ന് ഓർത്ത് വെക്കുക. കെൻസിംഗ്ടൺ ഓവലിൽ വെച്ചിട്ടാണ് ഈ ഒരു മത്സരം നടന്നത്. ആ കാര്യം കൂടി ഓർത്ത് വെക്കുക. അപ്പോൾ ജേതാക്കളായത് ഇന്ത്യയാണ്, റണ്ണറപ്പ് ആയത് ദക്ഷിണാഫ്രിക്കയാണ്. അപ്പോൾ ഇന്ത്യയുടെ രണ്ടാമത്തെ കിരീടമാണ് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കുക. ഇന്ത്യ രണ്ടാമത്തെ തവണയാണ് എന്താണ് പുരുഷ T20 ലോകകപ്പ് നേടുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. ഇതിനു മുമ്പ് 2007 എന്നാണ് 2007 ഇതിനു മുമ്പ് ഇന്ത്യ ജേതാക്കളായിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. അപ്പോൾ ആദ്യ തവണ ഇന്ത്യ ലോകകപ്പ് നേടിയപ്പോൾ ക്യാപ്റ്റൻ ആരായിരുന്നു? അത് മഹേന്ദ്ര സിംഗ് ധോണിയാണ്. അതോടൊപ്പം തന്നെ ഓർത്തു വെക്കുക, ഈ ഒരു മത്സരത്തിൽ 2024 പുരുഷ T20 ലോകകപ്പിൽ ഫൈനലിലെ താരമായത് ആരാണ്? വിരാട് കോഹ്ലിയാണ് ഫൈനലിലെ താരമായത്. അതേപോലെ തന്നെ ടൂർണമെന്റിലെ താരമായത് ആരാണ്? അത് ജസ്പ്രീത് ബുംറ ആയിരുന്നു. അപ്പോൾ ഇത്രയും പോയിന്റുകൾ ഈ ഒരു പോയിന്റുമായിട്ട്, അതായത് 2024 പുരുഷ T20 ലോകകപ്പുമായി ബന്ധപ്പെട്ട് ഓർത്തു വെക്കുക.
അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ്. അന്താരാഷ്ട്ര വനിതാ ടെസ്റ്റ് ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന ടീം സ്കോർ നേടിയത് ഏത് ടീം എന്നാണ്? ഇന്ത്യയാണ്. ഓർത്തു വെക്കുക. എന്താണ്? അന്താരാഷ്ട്ര വനിതാ ടെസ്റ്റ് ക്രിക്കറ്റിലാണ്. അന്താരാഷ്ട്ര വനിതാ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും ഉയർന്ന ടീം സ്കോർ നേടിയത് ഏത് ടീമാണ്? ഇന്ത്യയാണ്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയാണ് ഈ ഒരു നേട്ടം കൈവരിച്ചത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. എത്രയാണെന്ന് കൂടി ഓർത്തു വെക്കാം. എന്താണ്? 603. എത്രയാണ്? 603 റൺസ് 6 വിക്കറ്റ് എന്നുള്ള നേട്ടമാണ് കൈവരിച്ചത്. അപ്പോൾ ഓർത്തു വെക്കുക. എന്താണ്? അന്താരാഷ്ട്ര വനിതാ ടെസ്റ്റ് ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന ടീം സ്കോർ എത്രയാണ്? അത് ഇന്ത്യക്കാണ്. എത്രയാണെന്ന് ഓർത്തു വെക്കുക. എത്രയാണ്? 603/6 എന്നുള്ള ടീം സ്കോർ ആണ് നേടിയിരിക്കുന്നത്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയാണ് ഈ ഒരു നേട്ടം കൈവരിച്ചത്. ഇനി ഒരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 2024 ജൂണിൽ അന്തരിച്ച മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം ആരാണ്? ഭൂപീന്ദർ. ആരാണെന്ന് ഓർത്ത് വെക്കുക. ഭൂപീന്ദർ സിംഗ് റാവത്ത് ആണ്. ആരാണ്? ഭൂപീന്ദർ സിംഗ് റാവത്ത് ആണ്. എന്താണെന്ന് ഓർത്ത് വെക്കുക. അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ്. അദ്ദേഹം ഏത് മേഖലയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഫുട്ബോളുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഫുട്ബോളുമായി ബന്ധപ്പെട്ട താരമാണ് അദ്ദേഹം. 2024 ജൂണിൽ അന്തരിച്ച മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരമാണ് ആര്? ഭൂപീന്ദർ സിംഗ് റാവത്ത്. ഇതുവരെ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു. 2024 ജൂലൈയിൽ തിരുക്കൊച്ചി ലയനത്തിന്റെ 75ാം വാർഷികമാണെന്ന് ചർച്ച ചെയ്തത്. എന്താണ്? 1949 ജൂലൈ 1-ാം തീയതിയാണ് എന്ത് നടന്നത്? തിരുക്കൊച്ചി ലയനം നടന്നത്. അപ്പോൾ ആ ഒരു ദിവസം തന്നെ ഉണ്ടായ മറ്റൊരു പ്രത്യേകതയും കൂടി നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഏതൊക്കെയാണ്? തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, അതേപോലെ തന്നെ തൃശ്ശൂർ എന്നീ ജില്ലകളും എന്നിവയും രൂപീകരിച്ചത് എന്നാണെന്ന് ഓർത്തു വെക്കുക. 1949 ജൂലൈ 1-ാം തീയതിയാണ്. അപ്പോൾ ഇത്രയും ജില്ലകളുടെ 75ാം വാർഷികം കൂടിയാണ് ഈ ഒരു ദിവസം എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു അപ്പോയിന്റ്മെന്റ് ആണ്. 2024 ജൂലൈയിൽ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സിന്റെ ചെയർമാനായി നിയമിതനായത് ആരാണ്? രവി അഗർവാൾ ആണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ശേഷം നമ്മൾ വീണ്ടും ഒരു അപ്പോയിന്റ്മെന്റ് ആണ് ചർച്ച ചെയ്തത്. 2024 ജൂലൈയിൽ ഇന്ത്യൻ കരസേന മേധാവിയായി നിയമിതനായത് ആരാണ്? ഉപേന്ദ്ര ദ്വിവേദിയാണ്. എന്താണ്? 2024 ജൂലൈയിൽ ഇന്ത്യൻ കരസേന മേധാവിയായി നിയമിതനായത്. അത് കഴിഞ്ഞ് നോക്കിയത് SBIയിലെ ഒരു അപ്പോയിന്റ്മെന്റ് ആണ്. SBIയുടെ പുതിയ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? CS ഷെട്ടിനെയാണ്. CS ഷെട്ടിനെയാണ് എന്താണ്? SBIയുടെ പുതിയ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അദ്ദേഹം നിലവിൽ SBIയുടെ മാനേജിംഗ് ഡയറക്ടറാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് ഒരു കണ്ടുപിടുത്തമായിരുന്നു. ഒരു സസ്യത്തിന്റെ കണ്ടുപിടുത്തമാണ്. എന്താണ്? അടുത്തിടെ അരുണാചൽ പ്രദേശിൽ നിന്നും കണ്ടെത്തിയ പുതിയ സസ്യ ഇനം ഏതാണെന്ന് ഓർത്തു വെക്കുക. ഡിഡിമോകാർപ്പസ് ജാനകിയെ എന്നുള്ള പുതിയ ഇനം സസ്യ ഇനത്തെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് 2024 ജൂണിൽ എന്താണ്? ചാഡ്വിക് ഹൗസ് നാവിഗേഷൻ ഓഫ് ഹെറിറ്റേജ് ചരിത്ര മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണ്? ഷിംലയിലാണ് നിലവിൽ വന്നത്. അപ്പോൾ ഈ ഒരു മ്യൂസിയത്തിൽ എന്താണ്? മ്യൂസിയത്തിന്റെ മറ്റൊരു പ്രത്യേകതയും കൂടി നമ്മൾ പറഞ്ഞു. എന്താണ്? നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള ഭൗതിക ശാസ്ത്രത്തിലെ ഒരേ ഒരു നോബൽ പ്രൈസ് ജേതാവായിട്ടുള്ള CV രാമൻ അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള മേശയും കസേരയും വരെ ഈ ഒരു മ്യൂസിയത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, ഈ ഒരു മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അപ്പോൾ പോയിന്റ് ഇതായിരുന്നു. 2024 ജൂണിൽ ചാഡ്വിക് ഹൗസ് നാവിഗേഷൻ ഓഡിറ്റ് ഹെറിറ്റേജ് ചരിത്ര മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണ്? ഷിംലയിലാണ്. അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തത് ഒരു സ്കീമാണ്. ഹിമാചൽ പ്രദേശിൽ ആരംഭിക്കാൻ പോകുന്ന ഒരു സ്കീമിനെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്കായി ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ട്യൂട്ടർ സ്കീം ആരംഭിക്കുവാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? ഹിമാചൽ പ്രദേശാണ്. അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തത് ഉത്തരാഖണ്ഡ് സംസ്ഥാനവുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ്. ഇതായിരുന്നു പോയിന്റ്. മൺസൂൺ കാലത്ത് ഗ്ലേഷ്യർ തടാകങ്ങൾ സൃഷ്ടിക്കുന്ന അപകടങ്ങളെ കുറിച്ച് പഠിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ഏതാണ്? അത് ഉത്തരാഖണ്ഡാണ്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു. പ്ലാസ്റ്റിക് മാലിന്യ റോഡ് നിർമ്മിക്കുന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ സൈനിക സ്റ്റേഷൻ ഏതാണ്? ജയ്പൂർ മിലിറ്ററി സ്റ്റേഷൻ ആണ്. അപ്പോൾ ജയ്പൂർ സിറ്റിയിൽ വരുന്ന ആദ്യത്തെ പ്ലാസ്റ്റിക് മാലിന്യ റോഡാണ് ഇത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് 2024 ജൂലൈയിൽ 75ാം ജന്മദിനം ആഘോഷിക്കുന്ന മുൻ ഇന്ത്യൻ ഉപരാഷ്ട്രപതി ആരാണ്? വെങ്കയ്യ നായിഡു ആണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതം ആസ്പദമാക്കിയിട്ടുള്ള 3 ബുക്കുകൾ നമ്മുടെ പ്രധാനമന്ത്രി കഴിഞ്ഞിടെ പ്രകാശനം
ചെയ്യുകയുണ്ടായി. ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ്, പ്രമേഹം ഗുരുതരാവസ്ഥയിലെത്തി കാലുകൾ മുറിച്ചു മാറ്റുന്ന അവസ്ഥ ഉണ്ടാകാതെ രോഗികളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തമിഴ്നാട് ആരംഭിച്ച പദ്ധതി എന്താണ് പദ്ധതിയുടെ പേര്? പാദം പാതുകാപ്പും എന്നുള്ള പദ്ധതിയാണ് തമിഴ്നാടാണ് ആരംഭിച്ചതെന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തുവെക്കുക. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ അധിനിയമം എന്നിവ പ്രാബല്യത്തിൽ വരുന്നത് എന്നു മുതലെന്നാണ്. 2024 ജൂലൈ 1 മുതലാണ് ഈ ഒരു നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ്, അന്താരാഷ്ട്ര വനിതാ ടെസ്റ്റ് ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന ടീം സ്കോർ നേടിയത് ഏത് ടീമിന്റെ ആണെന്നാണ്. ഏതാണ്? ഇന്ത്യയുടെയാണ്. എന്താണ് അന്താരാഷ്ട്ര വനിതാ ടെസ്റ്റ് ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന ടീം സ്കോർ. അപ്പോൾ ഏത് ടീമിനെതിരെയാണ് ഈ ഒരു നേട്ടം കൈവരിച്ചത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയാണ് ഈ ഒരു നേട്ടം കൈവരിച്ചത്. പിന്നീട് നമ്മൾ നോക്കിയ പോയിന്റ് 2024 പുരുഷ T20 ലോകകപ്പുമായി ബന്ധപ്പെട്ട പോയിന്റാണ്. 9ാമത് എഡിഷൻ ആയിരുന്നു. ജേതാക്കളായത് ഇന്ത്യയാണ്. ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു എന്നുള്ളത് ഓർത്തുവെക്കുക. രോഹിത് ശർമ്മയാണ് ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നത്. അതേപോലെ തന്നെ പരിശീലകൻ ആരായിരുന്നു? രാഹുൽ ദ്രാവിഡാണ്. ഏത് ടീമിനെതിരെയാണ് നേട്ടം കൈവരിച്ചത്, അതായത് വിജയം കൈവരിച്ചത്? ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയാണ്. ദക്ഷിണാഫ്രിക്കയാണ് റണ്ണറപ്പ് ആയത്. ദക്ഷിണാഫ്രിക്കയുടെ ക്യാപ്റ്റൻ ആരായിരുന്നു? അത് എയ്ഡൻ മാർക്രമാണ്. അതേപോലെ ഫൈനലിലെ താരമായത് വിരാട് കോഹ്ലിയാണ്. ടൂർണമെന്റിലെ താരമായത് ജസ്പ്രീത് ബുംറയാണ്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു വിയോഗമായിരുന്നു. 2024 ജൂണിൽ അന്തരിച്ച മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം ആരാണ്? ഭൂപീന്ദർ. ആരാണെന്ന് ഓർത്തു വെക്കുക. ഭൂപീന്ദർ സിംഗ് റാവത്താണ്. കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. ശരിയുത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം ഇതാണ്, ഇന്ത്യയുടെ പുതിയ വിദേശകാര്യ സെക്രട്ടറി ആരെന്നാണ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ വിനോദ് റായ്, ഓപ്ഷൻ ബി വിക്രം മിശ്രി, ഓപ്ഷൻ സി BK ചതുർവേദി, ഓപ്ഷൻ ഡി അശോക് ഖേംക. രണ്ടാമത്തെ ചോദ്യം ഇതാണ്, പരിസ്ഥിതി മലിനീകരണം തടയാൻ ബയോപ്ലാസ്റ്റിക് പാർക്ക് സ്ഥാപിക്കാൻ അനുമതി ലഭിച്ച സംസ്ഥാനം ഏതെന്നാണ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ മധ്യപ്രദേശ്, ഓപ്ഷൻ ബി ഗുജറാത്ത്, ഓപ്ഷൻ സി ഉത്തർപ്രദേശ്, ഓപ്ഷൻ ഡി മഹാരാഷ്ട്ര. ശരിയുത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു, 2024 നാസ വിക്ഷേപിച്ച കാലാവസ്ഥാ ഉപഗ്രഹം ഏതെന്നായിരുന്നു. ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു. ഓപ്ഷൻ എ ഗോസ് യു, ഓപ്ഷൻ ബി ഗോസ് എസ്, ഓപ്ഷൻ സി ഗോസ് ടി, ഓപ്ഷൻ ഡി ഗോസ് ബി. ശരിയുത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരിയുത്തരം. ഏതാണ്? ഗോസ് യു ആണ് 2024 നാസ വിക്ഷേപിച്ച കാലാവസ്ഥാ ഉപഗ്രഹം. രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു, കേരളത്തിലെ ആദ്യ KSRTC ഡ്രൈവിംഗ് സ്കൂൾ ആരംഭിച്ചത് എവിടെയെന്നാണ്. ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു. ഓപ്ഷൻ എ തിരുവനന്തപുരം, ഓപ്ഷൻ ബി എറണാകുളം, ഓപ്ഷൻ സി കോഴിക്കോട്, ഓപ്ഷൻ ഡി ആലപ്പുഴ. ശരിയുത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരിയുത്തരം. തിരുവനന്തപുരം ജില്ലയിലാണ് കേരളത്തിലെ ആദ്യ KSRTC ഡ്രൈവിംഗ് സ്കൂൾ ആരംഭിച്ചിരിക്കുന്നത്. ഇന്ന് ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്നായി പഠിക്കുക, നന്നായി മുന്നേറുക. മറ്റൊരു ക്ലാസ്സുമായി അടുത്ത ദിവസം കാണാം.